അപ്പോ ഈ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാല് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ് എന്ന് വെച്ചാല്, നിങ്ങള് വെറും ഒരു ക്രഷായിട്ടല്ല, അല്ലെങ്കിൽ ഒരു ടൈം പാസായിട്ടല്ല അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. നിങ്ങളവർക്ക് ഉള്ളില് നല്ലൊരു വിലയുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു വ്യക്തി, അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ജീവിതത്തില് ഉണ്ടെങ്കിൽ അയാൾക്ക് വളരെ സമാധാനമായിരിക്കും എന്നൊരു തോന്നല് ആ ഒരു പേഴ്സണ് നല്ലതുപോലെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ വിശ്വസിക്കാവുന്ന ഒരാളായിട്ടാണ് അവര് കാണുന്നത്. നിങ്ങളുടെ കെയറിങ് ആണെന്നും അതുപോലെ തന്നെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ പറ്റുന്ന ഒരാളാണെന്നും ഇവർക്ക് നല്ലതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങള് അവരെ കെയർ ചെയ്യുന്നതൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. തിരിച്ചും അവര് നല്ല രീതിയിലൊക്കെ തന്നെയാണ് നിങ്ങളോടും പെരുമാറുന്നത്. ഇപ്പൊ ഇവരുടെ മനസ്സില് ഈ ബന്ധം വളരെ സീരിയസ് ആയി കാണുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ്സിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നത് വെച്ച് തന്നെ ഇവരിപ്പോ ഓടി വന്ന് എല്ലാം തുറന്ന് പറയുന്ന ഒരു ടൈപ്പും ആകണമെന്നില്ല. മനസ്സിലായോ? ഫീലിങ്സ് ഉള്ളത് അവര് ആക്ഷൻസിലൂടെ കാണിക്കുന്ന ഒരാളായിരിക്കാം. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ഉള്ള ഇഷ്ടങ്ങളൊക്കെ അവരുടെ ആക്ഷൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലെങ്കില് അതേപോലെ ഒരു എനർജീന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ മനസ്സിലാക്കുന്നുണ്ട്. ഇവരുടെ മനസ്സില് നിങ്ങളെ നഷ്ടപ്പെടുത്തരുത് എന്ന് വളരെയധികം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും, നിങ്ങളെ കല്യാണം കഴിക്കണമെന്നും, അതുപോലെ തന്നെ നിങ്ങളെ ലൈഫ് ലോങ് അവരുടെ കൂടെ വേണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് നല്ലൊരു ചിന്ത എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. മനസ്സിലായോ? നിങ്ങളെ കുറിച്ചുള്ള ഒരു ഭാവിയും ഒക്കെ അവർ ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അപ്പൊ ഇത്രയൊക്കെ ഇഷ്ടം അവർക്ക് നിങ്ങളോടുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു എയിം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് അവര് ഫസ്റ്റ്, അതായത് അവരുടെ ലൈഫിൽ അവർക്കൊരു ജോലി അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ആയിട്ട് പൈസ കാര്യങ്ങൾ ഇതെല്ലാം, അതായത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരരുത്. അപ്പൊ അവര് ആ ഒരു രീതിയിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം ആ ഒരു പേഴ്സൺ നിങ്ങളോട് അതായത് നിങ്ങളെ കൊണ്ടുപോകാൻ പാകത്തിന് അവർ ആ ഒരു രീതിയിലോട്ട് ഹൈ ആകും. അപ്പൊ അതൊക്കെ കൂടെ അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു വെറും ഇഷ്ടമല്ല. നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുത്താൻ ഒട്ടും താല്പര്യമില്ല. അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ അതേപോലെ തന്നെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് എടുക്കണം. അപ്പൊ ആ ഒരു ചിന്തയും ആ ഒരു പേഴ്സന്റെ ഒപ്പം വളരുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും നല്ല കംഫർട്ടില് നിങ്ങളോടൊപ്പം ജീവിക്കണം എന്ന ആഗ്രഹവും ഉണ്ട് ആ ഒരു പേഴ്സൺ. അപ്പൊ അതിനും ആ ഒരു പേഴ്സൺ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളോടും ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ സ്നേഹമുണ്ട്. ലൈഫ് ലോങ് പാർട്ണറായിട്ട് കൂടെ കൊണ്ടുപോകാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്.